നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ച അറിയിപ്പാണ് വന്നിരിക്കുന്നത്. 4 മാസത്തെയോളം പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ ബാക്കിയുണ്ട്. ഇത് സംസ്ഥാനത്തെ, അതായത് 2025-2026 ബജറ്റിന് മുൻപായി ഒരു ഗഡു പെൻഷൻ, അതായത് കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്ന് ഒരു ഗഡു പെൻഷൻ വിതരണം ചെയ്യാനാണിപ്പോൾ തീരുമാനമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. 2025 ജനുവരി മാസം 17 മുതലാണ് നിയമസഭാ സമ്മേളനങ്ങൾ ആരംഭിക്കുക. ഫെബ്രുവരി മാസം 7 സംസ്ഥാനത്തെ 2025-26 ബജറ്റ് സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇതിന് തൊട്ടു മുൻപായി ഒരു ഗഡു പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടായിരിക്കും സംസ്ഥാനത്ത് അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ബജറ്റിന് മുമ്പ് കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡുവും വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ജനുവരി 17 ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗവും നടത്തും. നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം 23 പിരിയുന്ന നിയമസഭ വീണ്ടും ബജറ്റ് അവതരണത്തിനായി ഫെബ്രുവരി മാസം 7 കൂടും. 2024 മാർച്ച് മാസം മുതൽ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്തു വരുന്ന രീതി തന്നെ 2025 തുടരുകയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 62 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ 1600 രൂപ വീതമാണ് നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്